2000 തുടങ്ങി ഇന്ന് 2025 വരെ എത്തി നിൽക്കുന്ന ആശീർവാദ് സിനിമാസിൻ്റെ ഈ ജേർണിയിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നത്. A round of applause once again for being such a wonderful audience, being here for long from the Emburan Grand Teaser launch and now to the Ashirwad Cinemas 25 years. ഒരു ഗംഭീര കൈയടി. Let's get up. The night is absolutely young, guys, please. 25 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇന്ന് മലയാള സിനിമയിലെ, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ഒരു പ്രൊഡക്ഷൻ ബാനറായിട്ട് വന്ന് നിൽക്കുകയാണ്. അതിന് കാരണക്കാരനായ ഏറ്റവും വലിയ ആൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിലവിളക്ക് കൊളുത്തി ഈ ഒരു യാത്രയിൽ ഇനിയും കൂടെ കൂട്ടാനായിട്ട് a round of applause, ladies and gentlemen, for one and only ശ്രീ മോഹൻലാൽ സാർ. ആശീർവാദ് സിനിമാസുമായിട്ട് കഴിഞ്ഞ 25 വർഷം സഹകരിച്ച എല്ലാവർക്കും ഉള്ളൊരു ആദരവാണ്. ഇത് ആക്ച്വലി ഇതൊരു ഒഫീഷ്യലായിട്ടൊരു ഫംഗ്ഷനായിട്ട് വിചാരിക്കുക വേണ്ട. ഇറ്റ്സ് ലൈക്ക് ആന്റണി ചേട്ടൻ്റെ ഫാമിലി, ആന്റണി ചേട്ടൻ്റെ ഫാമിലിയിലുള്ളവർക്കുള്ള ഒരു ഗിഫ്റ്റ്, ഒരു സ്നേഹം എന്ന് മാത്രം കരുതുക. ലാൽ സാർ ആയിരിക്കും ആ ഓണേഴ്സും മെമ്മറ്റോസും കൈമാറുക. I would like to call upon to begin with Federal Bank. എപ്പോഴും ആശീർവാദ് സിനിമാസിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി ദ മറൈൻ ഡ്രൈവ് ബ്രാഞ്ച്. I would request you to kindly join. വർഷങ്ങളായിട്ടുള്ള ലീഗൽ സപ്പോർട്ട് ആശീർവാദ് സിനിമാസിന് നൽകുന്ന ശ്രീ അഡ്വക്കേറ്റ് സിയ. നരസിംഹം എന്ന സിനിമ കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഓർമ്മയുണ്ടാവും MCR എന്ന മുണ്ടെന്ന ബ്രാൻഡ്. MCRന്റെ റെപ്രസെൻറ്റേഷന് സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. I would like to call upon Dr. Vincent CK, ഒരു എൽഡർലി മെൻറ്ററാണ് ആശീർവാദ് സിനിമാസിൻ്റെ ഫാമിലിയിലെ ഡോക്ടർ വിൻസെന്റ് CK. ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എക്കാലത്തും ആശീർവാദ് സിനിമാസിൻ്റെ കൂടെ, ആന്റണി ചേട്ടൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഒത്തൊരുമയിലും കൂടെ ഉണ്ടായ ഒരാളാണ്. അദ്ദേഹത്തെ നമ്മളെപ്പോഴും ലാൽ സാറിൻ്റെ കൂടെ, ആന്റണി ചേട്ടൻ്റെ കൂടെ ഒക്കെ കാണാറുണ്ട്. ശ്രീ സനൽകുമാർ സാർ. I would like to call upon ശ്രീ ജേക്കബ് K. ബാബു. വർഷങ്ങളായിട്ടുള്ള കോഓപ്പറേഷൻ മാക്സ് ലാബ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. I would like to mention the names of KC Babu, Lal sir, Anthony sir, Madhavan sir, association with the distribution company. മലയാള സിനിമയിൽ തുടക്കകാലം മുതൽ ഒരു വലിയൊരു ജേർണിയിൽ കൂടെ അയച്ചുള്ള ശരിക്കും പേരെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി the PRO ശ്രീ വാഴൂർ ജോസ്. വാഴൂർ ജോസ് ചേട്ടൻ 25 വർഷം മുൻപ്, ഈ കാലഘട്ടമൊന്നുമല്ല, ആ സമയം മുതൽ ആശീർവാദ് സിനിമാസിൻ്റെ കൂടെ യാത്ര ചെയ്ത ആളാണ്. അതിയായ സന്തോഷമുണ്ട് ജോസേട്ട. ഈ സമയത്ത് 25 വർഷവും, 25 വർഷമല്ല, നമ്മൾ അതിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിയായ സന്തോഷം. ഒരു നല്ല കയ്യടി, വളരെ ഡിസേർവിംഗ് കയ്യടിയാണ്. ഒരുപക്ഷെ സിനിമ കാണുന്ന കാലം മുതൽ നമ്മൾ കണ്ട ആ ക്രെഡിറ്റ്സാണ് വാഴൂർ ജോസ്. ഒരു ആരാധകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിലെ ഏറ്റവും വലിയ തെളിവ് ശ്രീ വിമൽ കുമാർ ഫ്രോം ദ ഫാൻസ് അസോസിയേഷൻ. വിമൽ കുമാർ കഴിഞ്ഞ 25 വർഷമായിട്ട് ഫാൻസിൻ്റെ ഏറ്റവും എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ ആളാണ്. ഞാൻ ആശീർവാദ് സിനിമകൾ നിർമ്മിക്കുകയും വിമൽ കുമാർ ഫാൻസിനെ നോക്കുകയും എല്ലാം ചെയ്ത് 25 വർഷം നമ്മുടെ കൂടെ നിന്നതാണ്. അതിയായ സന്തോഷം വിമൽ.
ഒരു നല്ല കൈയടി. കുറേ കൈയടികൾ സ്ക്രീനിൽ വീണതാണ് വിമൽ കുമാറും അവരുടെ ആ ഫാൻ സംഘത്തിൻ്റെയും. എൻ്റെ ശക്തിയായിരുന്നു, ലാൽ സാറിൻ്റെ ശക്തിയായിരുന്നു. ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭംഗിയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ലാൽ സാർ, ആന്റണി ചേട്ടൻ ആൻഡ് വിമൽ കുമാർ ഫ്രം ഫാൻസ് അസോസിയേഷൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മോഹൻലാൽ ഫാൻസ്. നരസിംഹം എന്ന സിനിമ മുതൽ മെസ്സ് ഹാൻഡിൽ ചെയ്ത മോഹൻ ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക്. മോഹൻ നരസിംഹം സിനിമയിൽ മുതൽ ഇപ്പോൾ നമ്മുടെ എമ്പുരാൻ സിനിമയിലും മെസ്സ് മോഹനായിരുന്നു. അതിയായ സന്തോഷം. 25 വർഷം കൂടെ യാത്ര ചെയ്തതാണ്. എല്ലാ സ്നേഹവും അറിയിക്കും. Sri Murali, more than 30 years with Lal sir as a costumer, ladies and gentlemen. Murali Chetan. 25 വർഷമായി. ലാൽ സാറിൻ്റെ കൂടെ 35 വർഷമായി. ഈ 33, 34. ആശീർവാദിൻ്റെ കൂടെയും 25 വർഷം. സജി സി ജോസഫ് 25 വർഷം മുൻപ് നരസിംഹം സിനിമ മുതൽ നമ്മളുടെ കൂടെയുണ്ട്, കൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. സിദ്ധു പനക്കൽ. അതെ, 34 സിനിമകളിൽ 21 ആശീർവാദം, 21 സിനിമയും ചെയ്തതാണ്. ലാസ്റ്റ് എമ്പുരാനിൽ എത്തി നിൽക്കുന്നു. ലാൽ സാറിന്റെ കൂടെ 71 സിനിമ ചെയ്തു. 71 സിനിമകൾ. ആശീർവാദിന്റെ യാത്രയിൽ എപ്പോഴും കൂടെയുള്ള ആളാണ്. എല്ലാം വലിയ സന്തോഷം. അടുത്തതായി ഫിനാൻസ് മാനേജർ ശ്രീ മനോഹരൻ കെ പയ്യന്നൂർ. മനോഹരൻ കെ പയ്യന്നൂരും ഞാനും ഒന്നിച്ച് ചെന്നൈയിൽ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്താണ് ആശീർവാദ് സിനിമാസിൻ്റെ ബാനർ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ കാലം മുതലുള്ള എൻ്റെ കൂടെയുള്ള ആളാണ്. അതിയായ സ്നേഹം മനോഹരൻ. അടുത്തത് സ്വാഗതം ചെയ്യുന്നു മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആർട്ട് ഡയറക്ടർ ശ്രീ ബോബൻ ചേട്ടനെ. ബോബൻ ചേട്ടൻ ആശീർവാദ് സിനിമാസിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമ ആർട്ട് ഡയറക്ടർ ചെയ്ത ആളാണ്. വളരെ സന്തോഷം. നരസിംഹവും ഒക്കെ ബോബൻ ചേട്ടനായിരുന്നു ചെയ്ത്. നേരും ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സന്തോഷം ചേട്ടൻ. ശ്രീ ദീപക് ദേവ്, ഏറ്റവും കൂടുതൽ തവണ സംഗീതം ആശീർവാദം സമ്മാനിച്ച ശ്രീ ദീപക് ദേവ്. നരൻ ആണ് ഞാൻ ആൻ്റണി ചേട്ടന് ആശീർവാദ് സിനിമാസിന് വേണ്ടി ആദ്യം ചെയ്യുന്ന പ്രോജക്റ്റ്. അത് ഇന്ന് 20 ഇയേഴ്സ് തികയാണ്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് 23 വയസ്സോ 24 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ നരൻ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പാട്ട് ഇന്നിവിടെ ചൂസ് ചെയ്തതും എൻ്റെ ഫസ്റ്റ് സോങ് ഫോർ ആശീർവാദ് ചെയ്തത്. അപ്പം ഇന്ന് ഞാൻ തിരിച്ചു ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു 23-24 വയസ്സുള്ളൊരു പയ്യൻ്റെ പൃഥ്വി പറയുന്ന 24 അല്ല എന്ന്, അതെൻ്റെ പ്രായം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ആ സമയത്ത് എന്നിൽ കാണിച്ചൊരു കോൺഫിഡൻസ്, അതാണ് സത്യം പറഞ്ഞാൽ ഈ വലിയൊരു പ്രൊഡക്ഷനിൽ ആ ചെറിയ പ്രായത്തിൽ തെളിയിക്കാൻ കിട്ടുന്നൊരു ഭാഗ്യമാണ്. പിന്നെ വലിയ വലിയ പടങ്ങൾ എന്നിലേക്ക് എത്തിച്ചതും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ആന്റണി ചേട്ടാ. ഒരു പ്രൊഡ്യൂസറും ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ റിലേഷൻ വെച്ചാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പം ആ റിലേഷൻ അങ്ങ് ഇവോൾവ് ചെയ്ത് ഒരു ഫാമിലി പോലെയാണ്. ആ പ്രോജക്റ്റ്, അത്രയും വലിയ പ്രോജക്റ്റ്, ജോഷി സാറിൻ്റെ പ്രോജക്റ്റ് എനിക്ക് തന്നത് ആണ് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ ആ പ്രായത്തിൽ കിട്ടിയത്. ഇന്ന് ജോഷി സാർ ഇവിടെ ഉണ്ട്. താങ്ക് യു സോ മച്ച് ജോഷി സാർ. അപ്പം ഇനിയും വരും കാലങ്ങൾ, ഇതിപ്പോൾ 25 ഇയേഴ്സാണ്, ഇനി 50, 75, 100, ലെറ്റ് ദ ലെഗസി കണ്ടിന്യൂ. വരും ജനറേഷൻസ് ഇത് ഏറ്റെടുത്ത് ഏറ്റവും വലിയൊരു രീതിയിലേക്ക് തന്നെ എത്തിക്കട്ടെ. എന്നെപ്പോലെ ഇനിയും കുറേ പുതിയ കമ്പോസേഴ്സിന് ഒരു ലൈഫ് കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ ആശീർവാദ് സിനിമാസ്. താങ്ക് യു സോ മച്ച്. കുറച്ച് മെൻഷൻസും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു, ജസ്റ്റ് നമുക്കിപ്പോൾ മിസ്സായ, പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ വയ്യ. MG ശ്രീകുമാർ ഏറ്റവും കൂടുതൽ സോങ്സ് ആശീർവാദ് സിനിമാസിന് വേണ്ടി ചെയ്തത്. സിദ്ദിഖിക്ക ആസ് ആൻ ആക്ടർ,
ആശീർവാദ് സിനിമേഴ്സിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമ വർക്ക് ചെയ്ത സിദ്ദിഖിക്ക, മഞ്ജു വാര്യർ ഒരു ഏറ്റവും കൂടുതലായിട്ട് വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് മഞ്ജു വാര്യർ, മീന മാം ഇവിടെ ഇല്ല എങ്കിലും മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സതീഷ് കുറുപ്പ് ഏറ്റവും കൂടുതൽ DOP ആയിട്ട് വർക്ക് ചെയ്ത സതീഷ് കുറുപ്പ്. ഐ ലൈക്ക് ടു മെൻഷൻ ദാറ്റ്. ആൻഡ് നൗ the overseas intro global distributions from Dubai office under the leadership of Ashish Joe Anthony വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. I'd also like to call Sri Manoj. I'd also like to mention Sri Anil Kumar Vasu. And we will go for a picture with the core team. And the Ashirwad family, the core team of Ashirwad Cinemas. ഒരു ഗംഭീര കൈയടി for the next version of Ashirwad Cinemas. And now the staff, ഇവർ ഫാമിലിയാണ് സ്റ്റാഫ് എന്ന് പറഞ്ഞാലും. മനോഹരൻ, ശ്രീ മുരളീകൃഷ്ണൻ, നയന, ജയൻ, പ്രീന, അനു, സനീഷ്, ആന്റണി പെരുമ്പാവൂർ സാറിൻ്റെ എല്ലാമാണ് ഈ ടീം. നമ്മളുടെ ഒരു കുടുംബം പോലെയാണ് ഞങ്ങളുടെ സ്റ്റാഫുകൾ. എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ല, പല സ്ഥലങ്ങളിലുമാണ്. എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. നമ്മളുടെ യാത്രയിൽ ഒരുപാട് വർഷമായിട്ട് കൂടെ ഉള്ളവരാണ്. അതിയായ സ്നേഹം എല്ലാവരോടും അറിയിക്കുകയാണ്. Now this is big. ആശീർവാദ് ഫാമിലി ഒരു ഗംഭീര കൈയടി കൊടുക്കണം. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു വേദി പങ്കിടുന്നത്. We'll have a great picture, a moment to treasure. ഈ 25 വർഷത്തെ യാത്രയിൽ 25 years of Ashirwad Cinemas. And now for the mementos, this is special. ശ്രീമതി സുചിത്ര മോഹൻലാൽ സുചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And a memento, ജീവിതത്തിലെ നായകനിൽ നിന്ന്. It's beautiful. ആൻ്റണി ഓരോ ആൾക്കാരും മേലെ വരുമ്പം ആശീർവാദിൻ്റെ കൂടെ 25 ഇയേഴ്സ് ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ കൂടെ ഇത്ര കൊല്ലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഞാനും ആൻ്റണിയും 37 years back we came into his life together. Wow. But I think he spent more time with him than with me. The pictures here show that as well. I haven't got so many pictures with him as Anthony has. So we should take more pictures together. Thank you. And we should do more pictures. Anthony. Srimati Shanti Anthony. And let's take this picture, please. ആശീർവാദ് സിനിമാസിൻ്റെ പേര് ബാനർ പറയുമ്പോൾ ഒരു സംവിധായകനെ പറ്റി ആദ്യം പറയാതെ പറ്റില്ല. അത് മറ്റാരുമല്ല, ശ്രീ ഷാജി കൈലാസ് സാറാണ്. ഷാജിയേട്ടാ, വലിയ സന്തോഷം. കഴിഞ്ഞ 25 വർഷം മുൻപ് ആശീർവാദ് സിനിമാസ് ആൻ്റണി പെരുമ്പാവൂർ സ്ക്രീനിൽ കണ്ട് കോരിത്തെരിച്ചിട്ട് ഇന്ന് 25ാം വാർഷികമാണ്. ഷാജിയേട്ട അതിയായ സന്തോഷം. രഞ്ജിത്തേട്ടന് എത്താൻ പറ്റിയിട്ടില്ല, ആ ഒരു സങ്കടമുണ്ട്. പക്ഷേ രഞ്ജിത്തേട്ടൻ ഉണ്ട് എന്ന് വിചാരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അതിയായ സ്നേഹത്തോടെ നമ്മളെ ഇവിടെ വരെയുള്ള യാത്രയിൽ കൂടുന്നതിന് സ്നേഹം സ്നേഹം സ്നേഹം. അഗ്നിവേഷ് രഞ്ജിയേട്ടൻ്റെ മകനുണ്ട്.
വലിയ സന്തോഷം മോനെ. വിനയൻ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങളുടെ സ്നേഹം പറയുക. ഓക്കെ. Now I would like to call our hero, Prithviraj and Supriya. Prithviraj to kindly come over. ആശീർവാദ് സിനിമാസിൻ്റെ യാത്രയിൽ ഏറ്റവും അതായത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, അണ്ണൻ്റെ സാധാരണ ഡയറക്ടേഴ്സിൽ നിന്ന് മാറിയിട്ട് അഭിനയിക്കുന്ന ആളാണ്. അപ്പം സമയമില്ലാത്ത ആൾ. പക്ഷേ 3 സിനിമ സംവിധാനം ചെയ്തു. ആ 3 സിനിമയും ആശീർവാദ് സിനിമാസിന് വേണ്ടിയാണ് സംവിധാനം ചെയ്തത്. എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആദ്യം പറഞ്ഞു തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ യാത്രയിൽ കൂടെ നിന്നതിന് വളരെ സ്നേഹം. ഇവിടെ വന്നവർ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു കാര്യം ആൻ്റണി അടുത്തൊരു കാര്യം പറയാനുണ്ട്. ആൻ്റണി ഞങ്ങൾ പോലത്തെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷനാണ്. ഞങ്ങൾ കമ്പനി തുടങ്ങിയപ്പം ഫസ്റ്റ് പറഞ്ഞത് രാജുവിനോടത്ത് നമുക്കും ഒരു ആശീർവാദ് സിനിമാസ് പോലെ ആവണം. ആൻ്റണീനെ കാണുമ്പോൾ എപ്പോഴും ഞങ്ങൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ എപ്പോഴും പറയാറുള്ളത് ഞങ്ങൾക്കും ആൻ്റണീനെ പോലെ ആവണം. സോ ആൻ്റണി ആൻഡ് ആൻ്റണിയുടെ പിന്നാലെയുള്ള എല്ലാവർക്കും പ്ലസ് ശാന്തി ചേച്ചി, all of you, all the very best. You are our inspiration to dream bigger, bolder and better cinema for Malayalam and for putting Malayalam on the map of Indian cinema. ആശീർവാദ് സത്യത്തിൽ എനിക്കിപ്പോൾ ഒരു ഹോം പ്രൊഡക്ഷൻ കമ്പനി പോലെയായി. ഈ ശ്രീ ആൻ്റണി പെരുമ്പാവൂർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, അണ്ണന് വേറെ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് അവർക്ക് അണ്ണനെ താങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഡയലോഗ് അടിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ ഹോംബാലെ ഫിലിംസിന് വേണ്ടി ഒരു പടം കമ്മിറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഉടനെ വിളിച്ചിട്ട് അത് നമ്മളല്ലേ ചെയ്യുന്നതെന്ന്. അപ്പോൾ ശരിയാണ്. എനിക്ക് ഒന്ന്, ഹീസ് എ ഫാന്റാസ്റ്റിക് പ്രൊഡ്യൂസർ. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പ്രൊഡക്ഷൻ സിനിമയിലെ മറ്റ് ക്രാഫ്റ്റുകളെ പോലെ തന്നെ ഒരു ക്രാഫ്റ്റാണ് എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഓൾമോസ്റ്റ് ഒരു ടെക്നിക്കൽ ക്രാഫ്റ്റാണ്. അപ്പോൾ അതിൽ അഗ്രഗണ്യനാണ് ശ്രീ ആൻ്റണി പെരുമ്പാവൂർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 2, എനിക്ക് വലിയ കാര്യമാണ് ആക്ച്വലി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരെ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മോഹൻലാൽ ഫാൻ ആൻ്റണി പെരുമ്പാവൂറാണ്. അപ്പോൾ നമ്മുടെ ഞാൻ ഭയങ്കര ഫാനാണ്. എവ്രി വൺ നോസ് ഐ എം എ ബിഗ് മോഹൻലാൽ ഫാൻ. എന്നേക്കാളൊക്കെ എത്രയോ വലിയ മോഹൻലാൽ ഫാനാണ്. അപ്പം ഞാൻ ഈ സ്ക്രിപ്റ്റിൻ്റെ നരേഷനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ മുഖത്തെ റിയാക്ഷനാണ് ഞാൻ നോക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ റിയാക്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഷോർട്ട് ഡിവിഷൻ വർക്കായോ അതോ അത് വർക്കായില്ലേ എന്നൊക്കെ എൻ്റെ ഒരു നല്ലൊരു ജഡ്ജിങ് പാരാമീറ്റർ ആക്ച്വലി ആൻ്റണി പെരുമാറിൻ്റെ മുഖത്തെ റിയാക്ഷനാണ്. അപ്പോൾ ഹീ ഈസ് ദ മോസ്റ്റ് ഓണസ്റ്റ് ജെന്യുവിൻ ഒരു മോഹൻലാൽ ഫാനാണ് അദ്ദേഹം. ഓൾസോ ഹാപ്പൻസ് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഓഫ് കണ്ടംപററി മലയാളം സിനിമ. പിന്നെ ഇദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അത് മറ്റ് ഡയറക്ടേഴ്സിനോട് എൻ്റെ ഒരു ടിപ്പും കൂടെ ഞാൻ തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ലൂസിഫർ, അപ്പോൾ ഒരു ദിവസം ഞാൻ ലാൽ സാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുവരുന്ന സീനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2000 ജൂനിയർ ആർട്ടിസ്റ്റ് വേണം എന്ന് പറഞ്ഞു. 2000 പേര് എത്തിയില്ല, പല കാരണങ്ങൾ കൊണ്ടും അന്ന് 2000 പേര് എത്തിയില്ല. ആകെ ഒരു 500 പേരോ മറ്റോ ആണ് വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ 500 ജൂനിയർ ആർട്ടിസ്റ്റുകളെ നിർത്തിയിട്ട് ഞാനൊരു ടോപ്പ് ആംഗിൾ, ഒരു ജിബ്, ഒരു 6 ഒരു അനമോഫിക് ഒരു വലിയ വൈഡ് 28 mm ഇട്ടിട്ട് ഞാനൊരു ടോപ്പ് ആംഗിൾ ഫ്രെയിം വെച്ച് ഞാൻ മോണിറ്ററിൽ നിന്നൊരു ഫോട്ടോ എടുത്തു എൻ്റെ ഫോണിൽ. എന്നിട്ട് ഞാൻ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സ്റ്റീഫൻ നെടുമ്പള്ളി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴുള്ള ക്രൗഡാണ് കേട്ടോ, ഞാൻ സീൻ എടുക്കാൻ പോവാണെന്ന്. ഉടനെ എന്നെ വിളിച്ചു, എടുക്കരുത്, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിനെ എത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിനിമയെ സ്നേഹിക്കുന്ന, അങ്ങനെ സിനിമയെ സമീപിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 25ാം വർഷം ആഘോഷിക്കുന്നതും. സിനിമയെ അങ്ങനെ സമീപിച്ചാൽ മാത്രമേ, സിനിമയെ അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റൂ. ലിസൺ സ്റ്റീഫൻ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഒരു വലിയ ഇൻസ്പിറേഷനാണ്, ഒരു വലിയ നമുക്കൊക്കെ ഒരു ദിശ കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പല മൾട്ടി നാഷണൽ കോർപ്പറേറ്റ്സിനേക്കാൾ
വെൽ ഓയിൽഡ് ബ്യൂട്ടിഫുള്ളി ഫങ്ഷനിങ് ഒരു മെഷീനറി ഉള്ള ഒരു സെറ്റപ്പാണ് ആശീർവാദ് സിനിമാസ്. അതിന് ഫുൾ ടീമിന് ആശീർവാദിൻ്റെ റിയലി വെൽ ഡൺ. നിങ്ങൾ ഉഗ്രൻ, യു ആർ എ വെരി ഗുഡ് ടീം. ആൻഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ you have a very big legacy to inherit and take care of. കാരണം you might not know this about your dad, but he really is a trailblazer in terms of how cinema is produced in Malayalam. So live up to that. Yeah, thank you so much. സ്വാഗതം ചെയ്യുകയാണ് വീണ്ടും മുരളി ചേട്ടനെ, ശ്രീ മുരളി ഗോപിയെ. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ആശീർവാദമായിട്ട്. ഒരെണ്ണം നടനായിട്ടും 2 എഴുത്തുകാരനായിട്ടുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പ്രൊഡ്യൂസറിന് ഒരു എഴുത്തുകാരനും സംവിധായകനും എത്രത്തോളം പ്രണയമുണ്ടോ സിനിമയോട്, അത്രത്തോളം പ്രണയം ഒരു പ്രൊഡ്യൂസറിനും ഉണ്ടായാൽ മാത്രമേ ആ സിനിമ വിജയിക്കുകയുള്ളൂ. അത്രത്തോളം പ്രണയത്തോടുകൂടി സിനിമ ചെയ്യുന്ന ഒരാളാണ് ആന്റണി ഭായ്. അപ്പോൾ വളരെ സന്തോഷം. ഇത്രയും പ്രൊഫഷണലായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാൻ വളരെ വിരളമായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഫ്യൂച്ചർ പ്രോജക്ട്സ്. താങ്ക് യു മുരളി ചേട്ടാ. ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ ശ്രീ ജിത്തു ജോസഫ്. ജിത്തുവാറിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല, പക്ഷേ ലിൻഡ ജിത്തു ജോസഫ് മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജിത്തുവിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. നമ്മുടെ ഒരു കുടുംബ മെമ്പറാണ്. ഒരുപക്ഷെ മലയാള സിനിമയെ മറ്റ് ഏത് ഭാഷയിലുള്ള ആൾക്കാർക്ക് അറിയിച്ച ഒരു സിനിമയാണ് ദൃശ്യം. കാരണം ഈ കോവിഡ് സമയത്ത് ദൃശ്യം എന്നുള്ള സിനിമ, ദൃശ്യം 2 ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര്, ഞാനിപ്പം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ഗുജറാത്തികൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഷയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരുപാട് മലയാളം അറിഞ്ഞുകൂടാത്ത എത്രയോ ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ദൃശ്യം എന്നുള്ള സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യത്തിൻ്റെ താങ്ക്സോടെ പറയുന്നു. ദൃശ്യം കണ്ടതിന് ശേഷം അവർ കണ്ടത് ലൂസിഫറാണ്. അതിനുശേഷം ഒരുപാട് സിനിമകൾ അവർ കണ്ടിരിക്കുന്നു. അങ്ങനെ മലയാളത്തിനെ മറ്റു ഭാഷയിലേക്ക് അറിയിപ്പിച്ച ജിത്തുവിൻ്റെ ഭാര്യയ്ക്ക് നന്ദി. താങ്ക് യു സോ മച്ച് ശ്രീമതി ലിൻഡ ജിതു. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സത്യനന്ദിക്കാട് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻ്റണി എന്ന് പറയുന്ന അപാരമായ ഗുരുത്വമുള്ള ഒരു പ്രൊഡ്യൂസറാണ്. ഒരുപാട് ആളുകളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ സാധിച്ച ഒരു നിർമ്മാതാവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആൻ്റണി എൻ്റെ ഒരു കുടുംബാംഗം പോലെയാണ്. ഞാനും ലാലും ആൻ്റണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുടുംബം പോലെ തന്നെയാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം, ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ സന്തോഷം, ഈ 25-ാം വർഷം ആശീർവാദിൻ്റെ 25-ാം വർഷത്തിൽ അടുത്ത സിനിമ ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് ഹൃദയപൂർവ്വം എന്ന് തന്നെയാണ് പേരും. ഒരു ഹൃദയപൂർവ്വം അതെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയുള്ളൊരു സിനിമ ചെയ്യുകയാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ കുടുംബസമേതം എന്ന് പറയാം. അതായത് എൻ്റെ മകൻ അഖിൽ സത്യൻ്റെയാണ് കഥ. എൻ്റെ മറ്റൊരു മകൻ അനൂപ് സത്യനാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ മൊത്തത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഇതുണ്ട്. സോനു ടി പി എന്ന് പറഞ്ഞ പുതിയ എഴുത്തുകാരനാണ് എഴുതുന്നത്. മാളവിക മോഹനാണ് നായിക. അപ്പോൾ അതൊക്കെ പുതിയ പുതിയ അറിവുകളാണ് നമ്മുടെ ഓഡിയൻസിന്. 43 വർഷത്തിലേക്ക് കിടക്കണം മോഹൻലാൽ എൻ്റെ കൂടെ ചേർന്നിട്ട്.
ആദ്യത്തെ സിനിമയും ഇപ്പോഴത്തെ സിനിമയും. കുറുക്കൻ്റെ കല്യാണം എന്നുള്ള എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരു നിമിത്തം പോലെ മോഹൻലാലിൻ്റെ സിഗ്നേച്ചറുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ എല്ലാ യാത്രകളിലും എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്ന എന്നും ആളുകൾ ഓർമ്മിക്കുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പല വേദികളിലും പറയാറുണ്ട്, എൻ്റെ സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് മോഹൻലാലിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തി അഭിനയിപ്പിക്കാൻ സാധിച്ചതാണെന്നുള്ളതാണ്. കാരണം നമുക്ക് അഭിനയിപ്പിച്ച് തീരാക്കാൻ അല്ലെങ്കിൽ കൊതി തീരാത്ത ഒരു നടനാണ്. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം നോക്കിയായിരുന്നു. മുരളി ഗോപിയും പൃഥ്വിരാജും അതിമനോഹരമായിട്ട് അവരുടെ ഒരു എല്ലാ പ്രസൻറ്റേഷനൊക്കെ കാണുമ്പോൾ മലയാളം കണ്ട ഏറ്റവും നല്ല 2 നടന്മാരുടെ മക്കളാണ് ഭരത് ഗോപിയും സുകുമാരനും. ഈ 2 നടന്മാരെയും വെച്ച് എനിക്ക് സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ആ ഒരു അനുഗ്രഹം പൃഥ്വിരാജിനും മുരളി ഗോപിക്കും തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ നിങ്ങളിലൂടെ കണ്ടിരുന്നത് ഗോപിച്ചേട്ടനും സുകുമാരനും തന്നെയായിരുന്നു. താങ്ക് യു. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുന്നു. ഹൃദയപൂർവ്വം തിരിച്ചു അങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഹൃദയപൂർവ്വം ഞങ്ങളത് സ്വീകരിക്കുന്നു ലാലേട്ട. സത്യൻ സർ, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ഹിറ്റ് ഫോർ ദ വൺ ആൻഡ് ഓൺലി ഗ്രാൻഡ് ഹിറ്റ് മേക്കർ ജോഷി സർ. പെട്ടെന്ന് സിനിമയെപ്പറ്റി പറയുമ്പോൾ ഒരു ജോഷാറിനെ പറ്റി ഒരു വാക്ക് പറയാം. ഞങ്ങൾ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട് ജോഷാറുമായിട്ട്. പക്ഷേ ആശീർവാദിൻ്റെ കൂടെ ചേർന്ന് ചെയ്ത സിനിമ ഒരു വളരെ ടഫ് ഫിലിമായിരുന്നു നരൻ. ആ സമയത്ത് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ സാധിക്കില്ല. ആ സമയത്ത് നല്ല ഇപ്പോഴും സാധിക്കില്ല. അത്രയും പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ മുഴുവൻ നിൽക്കുകയും അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുകയും ചെയ്ത ആശീർവാദിനും അത് ഏറ്റവും മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ജോഷാറിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. കാര്യം ഇപ്പോഴും ആൾക്കാർ അതിലെ പാട്ടുകളാണ് പാടുന്നത്. ഇപ്പോഴും അതിലെ ആക്ഷനെ പറ്റി സംസാരിക്കാറുണ്ട്. ഏതാണ്ട് 1,00,000 ക്യൂബിക് മീറ്റർ വെള്ളത്തിലാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നത് ഹൊഗനക്കൽ. ആരും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാത്ത സമയത്ത് ജോഷാറിൻ്റെ ഒരു ഒറ്റ ധൈര്യത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇറങ്ങി അത് ഷൂട്ട് ചെയ്തത്. അത് ആ സിനിമയിൽ അത് കാണുകയും ചെയ്യുമായിരുന്നു. താങ്ക് യു ജോഷ് സാർ. താങ്ക് യു വെരി മച്ച്. Thank you, Joshi sir. I would like to call upon one and only Sri Kumar Menon sir. മറ്റു കോടിക്കണക്കിന് ലാലേട്ടൻ ഫാൻസിനെ പോലെ എനിക്കും ആൻ്റണിയോടുള്ളത് വലിയ അസൂയയാണ്. ഒന്ന്, ലാലേട്ടൻ നമ്മളെല്ലാം ആരാധിക്കുന്ന ലാലേട്ടൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം, ഇപ്പോൾ സുചി ചേച്ചി കംപ്ലൈൻറ്റ് പറഞ്ഞ പോലെ സുചി ചേച്ചിയെക്കാട്ടും കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയുക, ലാലേട്ടൻ്റെ സ്നേഹം ഇത്രയും അടുത്തു നിന്ന് ഏറ്റുവാങ്ങാൻ കഴിയുക, അതൊക്കെ വലിയ മഹാഭാഗ്യമാണ്. ഞാൻ ഒടിയൻ എന്നുള്ള സിനിമ സംഭവിക്കുന്ന വെറും 15 ദിവസത്തിലാണ്. ഇവിടെ ഹരികൃഷ്ണേട്ടനുണ്ട്. ഹരിയേട്ടൻ എഴുതിയ ഒരു സീനിൽ നിന്നാണ് ഒടിയൻ ഉണ്ടാവുന്നത്. 15 ദിവസത്തിനുള്ളിൽ സംഭവിച്ച സിനിമ എന്നെ അങ്ങനെ സംവിധായകനാക്കി. ആ സിനിമ സൃഷ്ടിച്ച ഒരു ചരിത്രമുണ്ട്, റെക്കോർഡുണ്ട്. അന്ന് 2 ജില്ലകളിൽ ഹർത്താലായിരുന്നു. 2 ജില്ലകളിൽ സിനിമ റിലീസ് ചെയ്തില്ല. ഫസ്റ്റ് ഷോ ആണ് റിലീസ് ചെയ്തത്. അന്ന് ടിക്കറ്റ് നിരക്കും ഇത്രയൊന്നുമില്ല. എന്നിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് വീക്കെൻഡ് 5 വർഷമായിട്ടും ഒടിയൻ്റെ പേരിലാണ്. അത് തകർക്കാൻ ആൻ്റണിയും ലാലേട്ടനും പൃഥ്വിരാജിനും കഴിയട്ടെ. ആ റെക്കോർഡും വീണ്ടും ലാലേട്ടനും ആൻ്റണിക്കും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എമ്പുരാൻ മലയാള സിനിമയുടെ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ല് മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ലാലേട്ടൻ, ഓൾ ദി ബെസ്റ്റ് ആൻ്റണി, ഓൾ ദി ബെസ്റ്റ് പൃഥ്വി. ആൻ്റണി അനുഗ്രഹീതനാണ്. കാരണം അനുഗ്രഹം കിട്ടുന്നത് കഴിവുള്ളവർക്കാണ്. അനുഗ്രഹം കിട്ടുന്നവർ റിസ്ക് എടുക്കാൻ കഴിയുള്ളവരാണ്. അനുഗ്രഹം കിട്ടുന്നത് പാഷനുള്ളവർക്കാണ്. ഇതെല്ലാം ചേർന്നതാണ് ആൻ്റണി. ആൻ്റണിക്ക് ഇനി ഒരുപാട് കാലം
ഇതേ ഒരുപാട് വിജയങ്ങൾ നേടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Also, I would like to call upon Sujibi and Jojo. So, we all are waiting for one particular person. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം one and only മമ്മൂക്ക ശ്രീ മമ്മൂട്ടി ജോയിൻ ചെയ്യുകയാണ്. A round of applause. ആശീർവാദ് സിനിമാസിൻ്റെ 25ാമത്തെ വർഷവുമായിട്ട് കണക്റ്റോടെ ഒരു മെമൻറ്റോ ഇവിടെ നമ്മുടെ പ്രിയ മമ്മൂക്കയ്ക്ക് ലാൽ സാർ നൽകുന്നു. മമ്മൂട്ടി സാർ എപ്പോഴും 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 എന്നോട് കാണിച്ച സ്നേഹത്തിന്, എൻ്റെ യാത്രയെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ വരുന്ന സമയത്തെല്ലാം എന്നോട്, അതായത് ഒരു അനുജൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ മോഹൻലാൽ സാറിനെ കുറിച്ച് ചോദിക്കുകയും എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുകയും എൻ്റെ യാത്രയെ അതിയായ സ്നേഹത്തോടെ കാണുകയും ചെയ്ത് എൻ്റെ ആദ്യ സിനിമയിൽ ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ ഓടി വന്ന് വളരെ സ്നേഹത്തോടെ ആ സിനിമയിൽ, നരസിംഹം എന്ന സിനിമയിൽ പ്രധാനമായ ഒരു കഥാപാത്രം അഭിനയിച്ച് ഇന്ത്യയുടെ നെറുകയിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ എടുത്ത എമ്പുരാൻ എന്ന സിനിമയുടെ ഈ ലോഞ്ചിൽ വരാൻ കാണിച്ച മനസ്സിനും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഈ ആദരവ് സാറ് സ്നേഹത്തോടെ സ്വീകരിക്കണം, വളരെ സ്നേഹത്തോടെ. നന്ദി സാർ. ഇനി ലാൽ സാറിൽ നിന്ന് ഒരു മൊമെൻറ്റോ. 25 വർഷം ആശീർവാദ് സിനിമാസിൻ്റെ അമരക്കാരനായ ശ്രീ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവ് സ്വീകരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ മൊമെൻ്റാണ്. ഇനി this is for one and only Mohanlal sir from Ashirwad Cinemas. സന്തോഷം 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 എന്തൊക്കെ പറയാമെന്നറിയില്ല. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹൻലാൽ സാറിന് ഒരു മൊമെൻറ്റോയും കൊടുക്കാൻ പറ്റി അയാളുടെ മുന്നിൽ വെച്ച്. അപ്പോൾ അതും ഒരു എന്താ പറയുക, അതിയായ സ്നേഹത്തോടെ. ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നത് എല്ലാം മോഹൻലാൽ സാറിലൂടെ തന്നെയാണ്. സാർ, ചേച്ചി, എല്ലാവരോടും, ശാന്തി, എല്ലാവരോടും ഞാൻ ആദ്യം സ്നേഹം പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറയാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അത്ര എന്നെ സഹായിച്ചിട്ടുണ്ട്. സുചിത്ര ചേച്ചി വലിയ സ്നേഹത്തോടെ, കാര്യം നരസിംഹം തുടങ്ങുന്ന സമയം മുതൽ ഇവിടം വരെ എല്ലാം ഓർമ്മയുണ്ട്. എപ്പോഴും ഞാൻ വിചാരിക്കും ഞാനാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതെന്ന്. എൻ്റെ സങ്കടം സത്യമായിട്ടും ചേച്ചി എന്നേക്കാൾ കൂടുതൽ എനിക്ക് സങ്കടം വരുമ്പോൾ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിയായ സ്നേഹമുണ്ട് ചേച്ചി. ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചേച്ചിയുടെയും ഭയങ്കര സപ്പോർട്ടുണ്ട്. ലാൽ സാർ വലിയ സ്നേഹം, എന്താ പറയുകയെന്നറിയില്ല. ശാന്തി വളരെ സ്നേഹം, കാരണം അത്രമാത്രം നമ്മളുടെ കുടുംബം, എൻ്റെ കുടുംബം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഇത്രയും സംസാരങ്ങൾ. എൻ്റെ സംവിധായകർ, എന്താ പറയുക, എല്ലാവരും അത്ര സ്നേഹത്തോടെ കാണുന്നു. എൻ്റെ ഡയറക്ടേഴ്സ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സംവിധായകരും, എൻ്റെ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തരോടും, എന്നെ കൊണ്ടുപോയി ഇവിടെ നിർത്തിയിരിക്കുന്ന മോഹൻലാൽ സാറിനോടും,
എല്ലാ സ്നേഹവും ആദരവും അറിയിക്കുന്നു. സ്നേഹം, നന്ദി നന്ദി നന്ദി. മോഹൻലാൽ സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബാറോസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, സംവിധാനം മോഹൻലാൽ സാറിൻ്റെ പേരെഴുതി കാണിക്കുമ്പോൾ എനിക്കൊരു സമ്മാനം കൊടുക്കണമെന്ന്. അതെൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദൈവം അതിന് എനിക്ക് ഭാഗ്യം തന്നു. അതിയായ സ്നേഹത്തോടെ സാർ. എന്നെപ്പറ്റിയോ ആൻ്റണിയെ പറ്റിയോ ആശീർവാദിനെ പറ്റിയോ ഒന്നും കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഞങ്ങളെക്കാളിലും കൂടുതൽ ഞങ്ങളെപ്പറ്റി അറിയാം. എന്നാലും ഞാൻ ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു, ചില നിയോഗങ്ങളിൽ വിശ്വസിക്കുന്നു, ചില വിധി ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചൊരു സൗഭാഗ്യ നിയോഗമാണ് ആശീർവാദ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം 47 വർഷങ്ങളായി. ഞാൻ ഒരുപാട് ഈ സിനിമ ആശീർവാദത്തിന് മുമ്പ് ഞാൻ കുറേ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു, കാസിനോ എന്നുള്ളൊരു കമ്പനി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രണവം ആർട്സ് ഇൻ്റർനാഷണൽ ഫിലിംസൊക്കെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഫ്രാൻസുമായിട്ട്. പക്ഷേ അതിലൊക്കെ ഉപരി ഈ സിനിമയെ കൂടുതൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും അതിനെ മുന്നോട്ട് നന്നായിട്ട് നയിക്കാൻ സാധിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ആൻ്റണിയെ കണ്ടത്. കാര്യം ആൻ്റണി എൻ്റെ കൂടെ ആയതിനു ശേഷം 37 വർഷങ്ങളാണ്. അദ്ദേഹം നേരത്തെ സംസാരിച്ചിരുന്നു. ഒരു പ്രൊഡ്യൂസറുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ്. കാര്യം ആൻ്റണി എത്രയോ പ്രൊഡ്യൂസറുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ പ്രൊഡക്ഷൻ എങ്ങനെയാണത് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ആ പ്രൊഡക്ഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ വളരെയധികം ഒരു അറിവുള്ള ഒരാളായിട്ടാണ് ഞാൻ ആൻ്റണിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൻ്റണിയുടെ സിനിമകളിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യവും. ഞങ്ങളുടെ കമ്പനി ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിനൊക്കെ അറിയാം. എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. കാര്യം ഞങ്ങളുടെ ഈ 25 വർഷത്തെ ജേണിയിൽ നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, പ്രേക്ഷകരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരുന്നു. ഒരുപാട് നല്ല സിനിമകൾ ഞങ്ങൾ എടുക്കാൻ, സിനിമയിലെ ജയപരാജയങ്ങളുണ്ടാകും. പക്ഷെ വളരെയധികം മലയാള സിനിമയ്ക്ക് ഒരു ലാൻഡ്മാർക്കായ സിനിമകൾ എടുക്കാൻ സാധിച്ചൊരു കമ്പനിയാണ്. നരസിംഹമായാലും അല്ലെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടിയ അറബിക്കലിൻ്റെ സിംഹം വരയ്ക്ക, അതുപോലെ സ്പിരിറ്റ്, പിന്നെ ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയ സിനിമകൾ എടുക്കാൻ സാധിച്ചു. ഏറ്റവും വളരെ സക്സസ്ഫുള്ളായ സിനിമകളായിരുന്നു അതെല്ലാം. ദൃശ്യം ഒരുപക്ഷെ മലയാള സിനിമയുടെ മുഖഛായ മാറ്റിയ സിനിമയാണ് ദൃശ്യം 1 and 2. അത് കഴിഞ്ഞ് വീണ്ടും ലൂസിഫറിലെത്തിയിരിക്കുന്നു. ലൂസിഫർ കഴിഞ്ഞ് ഞങ്ങൾ എമ്പുരാനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ സംവിധാനം ചെയ്തൊരു സിനിമ, അത് എന്തായാലും ഒരു മലയാളത്തിൽ ആദ്യം ചെയ്യാത്തൊരു കാര്യമായിരുന്നു, ബറോസ് എന്നുള്ള ചിത്രം. അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾക്കും ഒരുപാട് നല്ല സിനിമകൾക്കും പിന്നെ അതിന് തയ്യാറാകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ ആശീർവാദിനെ കാണുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം എൻ്റെ ഭാര്യ പറഞ്ഞ പോലെ ഞാൻ ആൻ്റണിയുമായിട്ടാണ് കഴിയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ സിനിമ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്നെ രൂപപ്പെടുത്തിയതിൽ ആൻ്റണിക്ക് വലിയൊരു പങ്കുണ്ട്. അതിന് ഈ വേദിയിൽ വെച്ച് ഞാൻ ആൻ്റണിയോട് നന്ദി പറയുന്നു. കാര്യം ആൻ്റണിയുടെ ഒരു ബുദ്ധി തന്നെയാണ് അതിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്നത്. ഇനിയും വലിയ വലിയ സിനിമകൾ എടുക്കാൻ ആൻ്റണിക്ക് ഏറ്റവും കൂടുതൽ ബിഗ് എന്നുള്ള സാധനമാണ്. അതാണ് സ്വപ്നം കാണുന്നത്, വലിയ രീതിയിൽ കാണണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു കമ്പനി പോലെയാണ് ഞാനിതിനെ കാണുന്നത്. ഏറ്റവും വലിയ സിനിമ നമ്മൾ പറയാറുണ്ട്, രാവണൻ എന്ന് പറയാറുണ്ട്. രാവണന് ലങ്കയിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ആവശ്യമുള്ള ആളാണ്. ഏറ്റവും നല്ല കാര്യങ്ങൾ എൻ്റെ രാജ്യത്തിന് വേണം എന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരാളാണ് ആൻ്റണി. ആൻ്റണിക്ക് ഏറ്റവും നല്ല സിനിമ എടുക്കണം, ഏറ്റവും നല്ല ഒരു പ്രൊഡക്ഷൻ കമ്പനിയാക്കി ഇതിനെ മാറ്റണം. അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും, എനിക്ക് ഈ ഓഫീസിലുള്ള പലരെയും ഞാനിപ്പോഴാണ് കാണുന്നത്. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ മുരളി പറഞ്ഞ പോലെ ഏറ്റവും നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഓഫീസ് ആൻ്റണിക്കുണ്ട്. ആൻ്റണിയെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും മിസ്റ്റർ സനൽകുമാറിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. കാര്യം ഏറ്റവും ഞങ്ങളുടെ ഒരു കൂടെ നിന്ന് ഞങ്ങളെ സഞ്ചരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ സനൽകുമാർ കാണുന്നത്. ഇവിടെ വന്ന എല്ലാവർക്കും. പിന്നെ ആൻ്റണി ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിനിമാ തിയേറ്ററുകൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറകിലൊക്കെ ഒരു പ്രവർത്തനം, ഒരു മെഷീനറി, വെൽ ഓയിൽഡ് ആയിട്ടുള്ള ഒരു മെഷീനറി എന്നാണ് ആൻ്റണിയെ പറ്റി പറഞ്ഞത്. എന്തായാലും ഒരിക്കൽ കൂടെ ഈ 25 വർഷത്തിൻ്റെ ഈ ആഘോഷവേളയിൽ ഇവിടെ എത്തിയ എല്ലാവർക്കും
ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ശാന്തി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, ആൻ്റണിയുടെ കുട്ടികളെ ഓർക്കുന്നു. അവന് താങ്ക് യു ഗോപാലേട്ടൻ ബോംബെയിൽ നിന്ന് ഇതിനു വേണ്ടി വന്നാണെന്നറിയാം. എനിക്ക് എങ്ങനെ പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും ഇതിനോടുള്ളൊരു സ്നേഹമുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാള സിനിമ ഏറ്റവും നല്ല രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. കൂടുതൽ നല്ല സിനിമകളുണ്ടാകട്ടെ, കൂടുതൽ നല്ല ആക്ടേഴ്സ് ഉണ്ടാകട്ടെ. മലയാള സിനിമ കേരളം കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ പൃഥ്വി ഫോർ എമ്പുരാൻ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് L3 കാണാം. അതിനും ഒരു വലിയ ഒരു നിമിത്തമായി മാറട്ടെ ഈ സിനിമ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വന്നതിനും ഈ ഞങ്ങളുടെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ 25-ാം വർഷ ആഘോഷത്തിന് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ എന്താ പറയേണ്ടത്, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. അതിനെല്ലാം ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. എല്ലാവരുടെ ഭാഗത്തു നിന്നും, ആശീർവാദിൻ്റെ ഭാഗത്തു നിന്നും, ആൻ്റണിയുടെ ഭാഗത്തു നിന്നും, ആൻ്റണിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഒരു ശുഭരാത്രി നേരുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.